വമ്പന്മാരായ സ്പെയിനാണോ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണോ ഈ വരുന്ന 20-ാം തീയതി വേൾഡ് കപ്പ് ഉയർത്തുക? ലോകം അക്ഷമരായി കാത്തിരിക്കുകയാണ്. വമ്പൻ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരു ടീമുകളും ഫൈനലിലേക്ക് എത്തിയത്. വലിയ ടീമുകൾക്കെതിരെ ഏറ്റുമുട്ടിയാൽ അർജന്റീന തീർന്നെന്ന് പറഞ്ഞവർക്ക് മുന്നിലായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ സ്കലോണിയുടെയും പിള്ളേരുടെയും അഴിഞ്ഞാട്ടം. ഫ്രാൻസിനെ അനായാസം ഒന്ന് തൊടാൻ പോലും അനുവദിക്കാതെയായിരുന്നു സ്പെയിനിൻ്റെ വിജയം. അങ്ങനെ വമ്പൻ വിജയങ്ങളുമായാണ് ഇരു ടീമുകളും ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ ഒരു ഫൈനലിൽ ലോകം കാത്തിരിക്കുന്ന മെസ്സി ലെമിനെ യമാൽ പോരാട്ടം കൂടി നമുക്ക് കാണാനാകും. ഒരു 19-കാരനായ ലെമിനെ യമാലും ഒരു 39-കാരനായ മെസ്സിയും തമ്മിലുള്ള പോരാട്ടം കൂടിയായിരിക്കും ഈ വേൾഡ് കപ്പ് ഫൈനൽ. വേൾഡ് കപ്പ് ഫൈനലിന് മുന്നേ നടന്ന പ്രസ് കോൺഫറൻസിൽ സൂപ്പർ താരം ലിയോ മെസ്സി ലെമിനെ യമാലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് യമാൽ. അദ്ദേഹം തീർച്ചയായും ഞങ്ങളുടെ മത്സരത്തിൽ അപകടം വിതക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും സ്പെയിനിനും ഞങ്ങൾക്കെതിരായുള്ള പോരാട്ടത്തിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും. യമാൽ ഒരു മികച്ച കളിക്കാരനാണ്. ഞാൻ സ്നേഹിക്കുന്ന ക്ലബിനായി അവൻ കളിക്കുന്നതിനാൽ ഞാൻ അവനെ ധാരാളം പിന്തുടരുന്നു. ഞാൻ അവൻ എപ്പോഴായിപ്പോയും ഭാവനകൾ നേരുന്നു. അവൻ എല്ലായ്പ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ചത് തന്നെ ഗ്രൗണ്ടിൽ ചെയ്യുന്നു എന്നതിൽ സംശയമില്ല. ഇങ്ങനെയായിരുന്നു സാക്ഷാൽ ലിയോ മെസ്സിയുടെ വാക്കുകൾ. അതായത് യമാലിനെ കിട്ടിയതിൽ ഞങ്ങൾ, അതായത് ബാർസക്കാർ, ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരാണെന്നാണ് മെസ്സി കൂട്ടിച്ചേർത്തത്. സ്പെയിനിനെതിരായുള്ള ഫൈനൽ പോരാട്ടം യമാലിൻ്റെ മികച്ചതാകാതിരിക്കട്ടെ എന്നാണ് മെസ്സി പറഞ്ഞത്. ഏതായാലും കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.